നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലങ്ങളായി ഇവിടെ മാസപ്പടി വിവാദം കത്തി നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെയായിട്ടും അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കോ മകൾ വീണയിലേക്കോ നേരിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങളെ ആരും തൊടില്ല, അല്ലെങ്കിൽ ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരം കൂടെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസികളും ഞങ്ങളുടെ അടുത്തുപോലും എത്തില്ല എന്നൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അഹങ്കാരത്തിനാണ് ഒരു വിള്ളൽ വന്നിട്ടുള്ളത്. കാരണം മുഖ്യമന്ത്രിക്കും വീണയ്ക്കും കുരുക്കുമുറുകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയനും ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇപ്പോഴാണ് വിധി പുറത്തു വന്നത്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹർജിയിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് വിജിലൻസ് കോടതി എടുക്കുകയായിരുന്നു. ഇതിലാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുൻപ് വിധി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം എതിർകക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മാത്യു കുഴൽനാടന് പുറമെ പൊതുപ്രവർത്തകൻ G. ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണനയിലുണ്ട്. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും G. ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു. അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകളില്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം. ഇതിനെതിരെയാണ് ഇരുവരും രണ്ട് ഘട്ടങ്ങളായി ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ തൈക്കണ്ടിയിൽ UDF നേതാക്കളായ രമേശ് ചെന്നിത്തല, VK ഇബ്രാഹിം കുഞ്ഞ്, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് G. ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം. പിണറായി വിജയനും വീണ വിജയനുമെതിരെയാണ് മാത്യു കുഴൽനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഈ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെയും മകൾ വീണയ്ക്കെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തെത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങളും തെളിവുകളും എല്ലാം തന്നെ. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനി CMRLന് സോഫ്റ്റ്വെയർ IT സേവനങ്ങൾ നൽകിയതിന്റെ പ്രതിഫലമായാണ് ഏകദേശം 1.25 കോടി രൂപ നൽകിയതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ വീണയുടെ കമ്പനി CMRLന് യാതൊരു സേവനങ്ങളും നൽകിയിരുന്നില്ല എന്നാണ് കൈപ്പറ്റിയ തുക തികച്ചും നിയമവിരുദ്ധമാണെന്നുമാണ് വ്യക്തമാക്കുന്നത്. വീണ CMRL കമ്പനിയുമായി നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ നിയമവിരുദ്ധമായി യാതൊന്നുമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം. CMRL ഓഫീസിലെ 2019 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ വിവിധ വ്യക്തികൾക്ക് അനധികൃതമായി പണം നൽകിയെന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ MD ശശീന്ദ്രൻ കർത്ത ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് മുൻപാകെ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് പിന്നീട് അങ്ങോട്ട് വിവാദങ്ങൾക്ക് കാരണമായത്. മാനേജിംഗ് ഡയറക്ടർ SN കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഭാര്യ ജയ കർത്ത, മകൻ ശരൺ കർത്ത എന്നിവരും ഓഹരി ഉടമകളാണ്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ച സ്ഥിതിക്ക് ഏതായാലും ഇപ്പോൾ ഉത്തരം മുഖ്യമന്ത്രിയും മകളും നൽകിയേ മതിയാകൂ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത്രയും കാലം ഒരു അന്വേഷണ ഏജൻസികളും തങ്ങൾക്ക് അടുത്തേക്ക് എത്തില്ല എന്നൊരു ആത്മവിശ്വാസം മുഖ്യമന്ത്രിക്കും മകൾക്കും ഉണ്ടായിരുന്നു. ഈ മാസപ്പടി വിവാദമടക്കം തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ശക്തിയായി തിരിച്ചടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വലിയ തോൽവിയാണ് CPMന് നേരിടേണ്ടി വന്നത്. ഏതായാലും ഇപ്പോൾ നേരെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും മകളിലേക്കും എത്തുമെന്നുള്ള സൂചനകളാണ് ഇതിലൂടെ നൽകാൻ നമുക്ക് സാധിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ നോട്ടീസ് നൽകിയിരിക്കുന്നത്.